നമസ്കാരം, തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം. നിറമരുതൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ചാത്തേരിപ്പറമ്പ് SC ശ്മശാന നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ചുറ്റുമതിൽ, കവാടം, മരണാനന്തര കർമ്മങ്ങൾക്കായുള്ള ആവശ്യ വസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സ്റ്റോർ, ഓഫീസ്, കിണർ എന്നിവയാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ VK ഷാഫി നിർവഹിച്ചു. പ്രവർത്തനങ്ങൾ നമ്മുടെ ഡിവിഷനിലുള്ള പ്രധാനപ്പെട്ട 3-4 സംസ്ഥാനങ്ങൾ അതിനഭിമുഖമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ നമുക്ക് സമയബന്ധിതമായി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കണം. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പരിപൂർണമായ സപ്പോർട്ട്. ഗേറ്റ് ആവശ്യമുണ്ട്. ഇവരെ അനന്തര കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സ്റ്റോർ ഇവിടെ. പറമ്പ് SC ശ്മശാനം അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. നമുക്കറിയാം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ പുതുശ്ശേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സൽമത്ത് മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നാസർ പോളാട്ട്, വാർഡ് മെമ്പർ T ശ്രീധരൻ, കുഞ്ഞിപ്പ നാസർ ചാരാത്ത്, T കുമാരൻ, KM നൌഫൽ, ദാസൻ കുന്നുമ്മൽ, ആദം ജനതാ ബസാർ, CMC ഗഫൂർ, റസാഖ് കമ്മുട്ടകത്ത്, ഹാരിസ് വള്ളിക്കാഞ്ഞിരം, ചേലാട്ട് ഹംസ, TP അലി അക്ബർ, C ചാത്തൻ തുടങ്ങിയവർ സംസാരിച്ചു. TV ഹുസൈൻ, KEK റിയാസ്, KK ഷെരീഫ്, NP കബീർ, അഷ്റഫ് ഉണ്ണിയാൽ, സുകുമാരൻ ആക്കിത്തടം, C ബാലൻ, ചേലാട്ട് മുഹമ്മദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. TVN ന്യൂസ്, നിറമരുതൂർ. എന്നാലും ഗൾഫിലിരുന്നുകൊണ്ട് നീ വീട് ഇത്രയും ഭംഗിയാക്കുമെന്ന് വിചാരിച്ചില്ല. ഇവൾക്ക് അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ. ഞാൻ ഈ വീട് പണിയുടെ ടെൻഷനൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവളുടെ ഐഡിയക്ക് ചെയ്തതല്ല. എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വെയറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റയ്ക്ക് അതിനെന്താ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാ. അവിടെയാണെങ്കിൽ 2-3 നിലയിൽ ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും. പിന്നെ എന്തിനാ നമ്മൾ ഈ വീട് പണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്? മാബിൾ ലാൻഡ്, തിരൂർ ചങ്ങരംകുളം.